പ്ലാസ്റ്റിക് മാലിന്യത്തിൽ മുങ്ങി കൊച്ചി നഗരം. Teams of firefighters are still battling smoke that from a solid waste management plant in Kerala's Kochi. കരയ്ക്ക് പത്രാതി കടയിൽ കൊടുത്ത് എല്ലാ ഭാഗവും ചീത്തക്കിട്ട്. കൊച്ചി നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കൊച്ചി കോർപ്പറേഷനിൽ നിങ്ങൾക്കറിയാം 74 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, 74 വാർഡുണ്ട്. 74 വാർഡെന്ന് പറഞ്ഞാൽ 74 ഡിവിഷൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ 74 വാർഡുകളിലായി നമുക്ക് 2,33,000 വീടുകൾ നിലവിൽ ഇപ്പോഴത്തെ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഹരിതകർമ്മസേന എന്നൊരു ഗ്രീൻ ടെക്നീഷ്യൻ വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ഗ്രീൻ ടെക്നീഷ്യൻ എന്നാണ് അവരുടെ ആക്ച്വൽ പേര്. ഇവർ പഴയകാലം മുതലേ ആ ഗ്രാമപ്രദേശങ്ങളിൽ വേസ്റ്റ് കളക്ഷൻ നടത്തുന്നവരായിരുന്നു. അവരെ നമ്മൾ കോർപ്പറേഷൻ ഫോർമലൈസ് ചെയ്തു. ഞങ്ങൾ 8 മണിയൊക്കെ ആകുമ്പോൾ ജോലി തുടങ്ങും. രാവിലെ 2 മണി 3 മണിയൊക്കെ ആവും ചിലപ്പോൾ വീടുണ്ട്. വീടുകളിൽ ഒരു 65 വീട് നമ്മൾ ഇടിച്ചണം എന്നാണ് പറയുന്നത് ഒരു ദിവസം. ഒരു 3 ദിവസം, ഒരു വാർഡ് 3 ദിവസം കൊണ്ട് കഴിഞ്ഞു. ചില വീട്ടിൽ ചിലപ്പോൾ നല്ല നമ്മളോട് പെരുമാറാനും സംസാരിക്കാൻ നല്ലതേ. ചില വീട്ടിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. പിന്നെ തരുന്ന വേസ്റ്റൊക്കെ ആണെങ്കിലും എല്ലാ സംഭവമൊക്കെ ഉണ്ടാകും. നല്ല അഴുക്കൊക്കെ ആയിരിക്കും തരുന്നത്. പിന്നെ അതെല്ലാം ഉണ്ടാവും. അല്ല അങ്ങനെ പാസിക എല്ലാ മാസവും എടുക്കണം. പിന്നെ ഓരോ മാസം ഇങ്ങനെ വേറെ കുപ്പിച്ചില്ല്, തുണി, ബാഗ്, ചെരുപ്പ് അങ്ങനെ മാറി മാറി ഓരോ മാസം കൂടെ വീടുകളിൽ നിന്ന് എടുക്കും. കടകൾ, ഡിസ്പെൻസറി, കോളേജ് എല്ലാ സ്ഥലത്തും നിന്ന് എടുക്കും. അത് നമ്മളോട് പറയും, വിളിച്ച് പറയും ഇന്ന സ്ഥലത്ത് നിന്ന് കിടപ്പുണ്ടോ, അതിലെന്തൊരു അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ പറയും. നോക്കുമ്പോൾ അഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കും. അങ്ങനെ ആ ഒരു അഡ്രസ്സ് വെച്ചിട്ട് വിളിക്കും. നമ്മളൊരു സ്പോട്ട് ഞങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി പറയണം. അപ്പോൾ അവിടെ കൊണ്ട് വെക്കും. ഒരു വാർഡിൽ കഴിയുമ്പോൾ വിളിച്ച് പറയുമ്പോൾ അവർ മുനിസിപ്പാലിറ്റി വണ്ടി വന്ന് കൊണ്ടുപോകും. ഇതേ പറയുന്ന ഞാൻ കളക്ഷൻ നടത്തി ഈ കളക്ഷൻ പോയിന്റിലേക്ക് കൊണ്ടുവന്നു, ഒരു ജംഗ്ഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഇന്ന് MCF ഉണ്ട്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റീസ് ആണ് പേര്. നിങ്ങൾ കണ്ടു കാണും കണ്ടെയ്നറുകൾ പെയിൻറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അവിടെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് RRFലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഗ്രീൻ എൻവയോൺമെൻറ്റ് തന്നെ അവരുടെ കമ്പനിയുടെ വണ്ടിയുണ്ട്. അവർ തന്നെ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് അവരത് ആ സ്പോട്ടിൽ പോയിട്ട് നമ്മുടെ വണ്ടി പോയി സെലക്ട് ചെയ്ത് പ്ലാസ്റ്റിക് മാത്രം കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്യുന്നതാണ്. നമ്മളത് നമ്മുടെ ബെൽറ്റിൽ വന്നു കഴിയുമ്പോൾ നല്ലത് മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ അതിനകത്ത് അവർ പിടിക്കാനായിട്ട് അവരോട് 7 പേരുണ്ട് മുകളിൽ ബെൽറ്റിനകത്ത്, താഴെ 3 പേരാണ്. അപ്പോൾ ഈ 7 പേരും അതിനകത്ത് നല്ല സാധനങ്ങൾക്ക് പിടിക്കാനുള്ള ട്രെയിനിങ് നേരത്തെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവരത് എല്ലാം പിടിക്കുന്നത്. ചില്ല്, ചിരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും. പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ നമുക്ക് എടുക്കാവുന്ന നല്ല സാധനങ്ങൾ, കുപ്പി, പാട്ട, ബക്കറ്റ്, അതുപോലെ HM, LD, PP, പേപ്പർ, കാർഡ്ബോർഡ് അങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മളെടുത്തിട്ട് ബാക്കി മൊത്തം ബെയിലടിച്ച് MLP ആയിട്ട് മാറുകയാണ്. അപ്പം അതിന് ഇത് മാത്രമായിട്ടാണ് ഈ ഒരു മെഷീൻ വെച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ബെയിലടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ മൊത്തം ചാക്കുകൾ നിറയുന്നതനുസരിച്ച് ബെയിലടിച്ച് കെട്ടിപ്പോകും. റീസൈക്ലിങ്ങിനുള്ളതൊക്കെ റീസൈക്ലിംഗ് ആയിട്ട് പോകും. പിന്നെ ഈ വേസ്റ്റിൻ്റെ ഇത് കെട്ടി വയ്ക്കുന്നത് സിമെൻറ്റ് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകും. 10 വീടുകളിൽ നിന്ന് നമുക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ 11ാമത്തെ വീട് പറയും ഇവിടെ വേസ്റ്റ് ഇല്ല എന്ന് പറയും. അവരത് കൂട്ടി കെട്ടി വെച്ചിട്ട് രാത്രിയാകുമ്പോൾ കൊണ്ടുവന്ന് റോട്ടിൽ തട്ടും. ഇപ്പം വലിച്ച് എറിയുന്നത് ഒട്ടുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായല്ലേ? ഈ ഹരിതകർമ്മസേനയ്ക്ക് എത്ര മാസം കൊടുക്കുന്നത്? വെറും 150 രൂപയാണ്. ഓൺലി 150 rupees. അവരുടെ എല്ലാ ദിവസവും വരുന്ന ബയോ വേസ്റ്റ് എടുക്കാനും
ആഴ്ചയിൽ ഒരു ദിവസം നോൺ ബയോ വേസ്റ്റ് പ്ലാസ്റ്റിക് എടുക്കാനും ഹരിതകർമ്മസേന തീരെ പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരു മാസം 150 രൂപയാണ് കൊടുക്കുന്നത്. ഈ 150 രൂപ കൊടുക്കാൻ മടിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവരെന്ത് ചെയ്യും? ഈ വഴി കൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടാണ് കാലം കൊണ്ട് തട്ടിയിട്ട് പോകും. ഇത് അവസാനം രാവിലെ നമ്മുടെ ജീവനക്കാർ തൂത്തുവാരുമ്പം എടുത്ത് സെഗ്രിഗേഷൻ നടത്തി സൂക്ഷിക്കും. ഈ മാലിന്യം എന്ന് പറയുന്നത് ഈ ഓർഡർ തെറ്റിക്കിടക്കുന്ന എല്ലാം മാലിന്യമാണ്. അത് ഈവൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മനുഷ്യനടക്കും. ഓർഡർ ഇല്ലെങ്കിൽ മനുഷ്യനും വേസ്റ്റ് തന്നെയാണ്, ഒരു ഉപകാരമില്ല. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതുപോലെ ഈ സാധനം ഫുഡ് വേസ്റ്റ് ഈ ഡ്രൈ വേസ്റ്റിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും തിരിച്ചെടുക്കാൻ പോസിബിളല്ല. ഇത് രണ്ടായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും പ്രോസസ്സ് ഉണ്ട്. അതായത് ഫുഡ് വേസ്റ്റ് വളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ബയോ കമ്പോസ്റ്റും മറ്റുമായിട്ട് ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയി കിട്ടിയാൽ മാത്രമേ പോസിബിളാവും. അതുപോലെ ഈ ഡ്രൈ വേസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തുണി ആയിക്കോട്ടെ, ചെരുപ്പ്, അല്ലെങ്കിൽ മറ്റെന്ത് ഡ്രൈ വേസ്റ്റ് ആയിക്കോട്ടെ, ഇത് സെപ്പറേറ്റ് ആയി കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റം റീസൈക്കിളായിട്ട് പോകും. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ സിമെൻറ്റ് പ്ലാന്റിൽ ഫ്യൂവലായിട്ട് RDF ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ചില്ല് എന്ന് പറയുന്ന മെറ്റീരിയൽ, ചില്ല് നമുക്ക് ഗ്ലാസ്സുകളും ഡ്രൈ വേസ്റ്റാണ്. പക്ഷേ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഈ ഒരേ കവറിൽ നമ്മൾ ചില്ലും മറ്റ് സാധനങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൈ തട്ടുമ്പോൾ തന്നെ നമുക്ക് ഡേഞ്ചറാണ്. നമ്മുടെ സ്റ്റാഫിനായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഹരിതസേന ആയിക്കോട്ടെ, ഹരിതസേനയാണ് എല്ലായിടത്തും. അപ്പോൾ ഇത് നമ്മൾ വീടുകളിൽ തന്നെ ഫസ്റ്റ്, അതായത് പ്രൈമറി സെഗ്രിഗേഷൻ അവിടെ തന്നെ നടക്കണം. ഇവിടെ ഒരു സെൻട്രലൈസ് സിസ്റ്റവും ഉണ്ട്. സെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ ഈ വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി മൊത്തത്തിൽ സംസ്കരിക്കുന്ന ഒരു സംവിധാനം കൊച്ചി കോർപ്പറേഷനിലാണ്. മറ്റുള്ള കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലില്ല. ഇവിടെ ഈ കൊച്ചി കോർപ്പറേഷൻ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. മാലിന്യ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വാർഡ് തല പദ്ധതിക്ക് തുടക്കമായി. ഇടപ്പള്ളി ഉൾപ്പെടുന്ന 36-ാം നമ്പർ ഡിവിഷനിലാണ് ആദ്യ കേന്ദ്രം. ജംഗ്ഷന് സമീപം കടന്നുപോകുന്ന പാലത്തിന് താഴെ പൊതുഭൂമി, ചുറ്റും അധികം വീടുകളില്ല. 3.5-4 സെന്റ് ഭൂമിയിൽ ഇരുമ്പ് വേലികൾ തീർത്ത ഒരു മിനി ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ്. 4 വാർഡുകളിൽ നിങ്ങൾ ചോദിച്ച വികേന്ദ്രിത മാലിന്യ സംസ്കരണമുണ്ട്. കമ്മ്യൂണിറ്റി ലെവലിൽ വലിയ വലിയ തുമ്പൂർ മൊഴി ബിന്നുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 48-ാം ഡിവിഷൻ, ഓക്കെ, പൊന്നൂരിനി എന്ന് പറയും, പിന്നെ പള്ളുരുത്തി, പാടിവട്ടം, ഇന്ന സ്ഥലങ്ങളിൽ സ്വന്തമായി മലമുകൾ സ്വന്തമായി സംസ്കരിക്കുന്ന തുമ്പൂർ മൊഴി ബിന്നുകളുണ്ട്. അവിടെ സംസ്കരിക്കുന്നുണ്ട്. കൂടാതെ ഒരു 180 ഫ്ലാറ്റുകളിൽ സ്വന്തമായി സംസ്കരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്കൊരു 80% നല്ല രീതിയിൽ സംസ്കരിക്കാൻ കഴിയുന്നുണ്ട്. കൊച്ചി നഗരത്തെ ഇവിടെ പശ്ചിമോച്ചി മേഖലയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് തികഞ്ഞ പരാജയമാണ്. പിന്നെ എറണാകുളം ഭാഗത്ത് നഗരപ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് വളരെ ക്ലിയറായിട്ട് പോകുന്നു. എന്നാൽ പശ്ചിമോച്ചിയിൽ മാലിന്യങ്ങളുടെ ശേഖരണം വളരെ പരാജയമാണ്. ഫോർട്ട് കൊച്ചി കടപ്പുറം നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് മാലിന്യങ്ങൾ ശേഖരിച്ച് ചാക്കിലാക്കി വെച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. ടൂറിസം മേഖലയെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഈ മോശം സാഹചര്യം. നമുക്കറിയാം, വളരെ വിവാദമായ ഒരു കാര്യമാണ്. ഒരു ജർമ്മൻ പൗരൻ ഫോർട്ട് കൊച്ചി കടപ്പുറം ശുചീകരിച്ച് അതിൻ്റെ വീഡിയോയും വാർത്തയൊക്കെ വൈറലായി. ഫോർട്ട് കൊച്ചി ബീച്ചിലെ മാലിന്യം നീക്കാൻ ചൂലെടുത്ത് വിദേശി. ജർമ്മൻ സ്വദേശിയായ റാൽഫ് ഫോർട്ടാണ് കഴിഞ്ഞ 6 ദിവസമായി ബീച്ച് വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയത്. പതിവിന് വിപരീതമായി ഇന്ന് റാൽഫോർട്ട് ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യം നഗരസഭയുടെ വാഹനം എത്തി കൊണ്ടുപോയി. ഒപ്പം ഒരു കമന്റും, കടപ്പുറത്തെ മാലിന്യം നീക്കാൻ DTPC ആളെ നിയമിച്ചിട്ടുണ്ടത്രേ. അത് നമ്മൾ നാണക്കേട് കൊണ്ട് തലകുനിക്കേണ്ട സാഹചര്യമാണ്. ഏതാണ്ട് ശുചിത്വ മിഷനെയൊക്കെ അതിൻ്റെ പ്രൊജക്റ്റിന് ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കും. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും വരാത്ത സാഹചര്യമാണ്. പിന്നെ പായലുകൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി കടപ്പുറത്തിൻ്റെ ശുചീകരണത്തിൽ വ്യക്തമായ പങ്കുവഹിക്കുന്നത് വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമാണ്. ആ കനാലെന്ന് പറഞ്ഞാലേ
ബൗണ്ടറി കനാലാണ്. ബൗണ്ടറി കനാൽ എന്ന് പറഞ്ഞാൽ മുമ്പ് ജലഗതാഗതത്തിന് ഉപയോഗിച്ചൊരു കനാലാണ്. ഈ തോടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, വളരെ ദയനീയ അവസ്ഥയാണ്. ഈ പ്രദേശമൊക്കെ കണ്ടില്ലേ, അത് മാലിന്യങ്ങൾ കുന്നുകൂടി നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്, കൊതുക് ഈ വീടുകളിലൊന്നും ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടലും മാലിന്യങ്ങളൊക്കെ ഇതിലേക്ക് തള്ളുന്നത്. കൂടുതലായിട്ടും പുറത്തു നിന്നെന്ന് പറയുമ്പോൾ ഈ കടകളിൽ നിന്നുള്ള വേസ്റ്റുകൾ, ഈ ഇറച്ചിക്കടകൾ, പിന്നെ അതുപോലത്തെ തന്നെ നമ്മളുടെ ഈ വേസ്റ്റ് ചിക്കൻ പോലുള്ള കടകൾ, ഏത് കടകളാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. രാത്രിൻ്റെ മറവുകളിൽ ഇവർ ബക്കറ്റ് കണക്കിനാണ് കൊണ്ടുവന്ന് കൊട്ടണത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇവിടുന്ന് മട്ടാഞ്ചേരിൽ അറവുശാല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി അറുത്ത് സീൽ ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ അതില്ല. ഇന്ന് ഓരോരുത്തരും ഓരോ കടകൾ അവരവരുടെ ഇതിൽ മാർക്കറ്റിനുള്ളിലിട്ട് അറക്കലാണ്. ആ പ്രദേശത്തിന് ഡംപ് ചെയ്യുന്ന, മാർക്കറ്റിൽ നിന്ന് ഡംപ് ചെയ്യുന്ന വേസ്റ്റുകളതെല്ലാം, അല്ലാതെ വേറെ പുറത്തൊരാളെ കൊണ്ടൊന്നും വേസ്റ്റ് ഒന്നും ഇടില്ല. എല്ലാവരും വേസ്റ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ഇടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ കനാലിനെ കാണുന്നത്. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ പച്ചയായിരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ മഞ്ഞ കലർന്ന കളറായിരിക്കും, രാത്രി ഇതുപോലത്തെ ഈ നേരമാകുമ്പോൾ ഈ കളറായിരിക്കും. പിന്നെ ഇനി കാണുന്നത് പായലുകളും മറ്റുള്ള ഇതുകളും അടിഞ്ഞുള്ള വേറൊരു, മനസ്സിലായില്ലേ, ഇതുപോലെ പച്ച കളറിൽ കുറേ ഇത് അങ്ങനെയായിരിക്കും. സാംക്രമിക രോഗങ്ങൾ പടർന്ന് പിടിച്ചേക്കാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വയറിന് അസുഖം. ഈ വെള്ളമാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് എടുക്കണേണ്. ഒരുപാട് ബില്ലിന് അടക്കണം, അതിലേക്ക് ഈ വെള്ളം കയറണിട്ട്. എല്ലാം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റി വെള്ളം ക്ലോറിനേറ്റഡ് വാട്ടറാണ്. അവിടെ ഈ വേസ്റ്റ് കലർന്നു വരാൻ ഒരു സാധ്യതയില്ല. അത് ഫേക്കായിട്ട് തരുന്ന ന്യൂസാണ്. നമ്മുടെ പൈപ്പുകളിലൊന്നും ഒരു സുഷിരവും ഇല്ല എന്നാണ് ഈ അധികാരികൾ പറയുന്നത്. വളരെ പെർഫെക്റ്റാണ്. ഒരു ചെറിയ പൊട്ടലും ഇല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ സുഷിരം പോലും ഇല്ല എന്നാണ്. അതില്ല, പഴയ പൈപ്പുകളാണ് പലയിടത്തും കിടക്കുന്നത്. ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് കാണുന്നത്. കോർപ്പറേഷനിലും കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഓഫീസിലും കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ്. ഇതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിപ്പോൾ അവിടെ ബണ്ട് കെട്ടിയിരിക്കുന്ന അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പം വൃശ്ചിക പൊക്കമുള്ളത് കൊണ്ട് വെള്ളം ഹൈറ്റ് ആയില്ലാണ് ഇപ്പം അവിടെ പണി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിർത്തി വെച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളാണോ ആരാണോ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ വേലിയേറ്റം ഉണ്ടാവുന്നുള്ളത്. പക്ഷെ അത് എത്രയും വേഗത്തിലല്ലേ ഈ പ്രവർത്തനം ചെയ്ത് തീർക്കേണ്ടത്. ഈ വേലിയേറ്റം ശരിക്കും ബാധിക്കണ ജനങ്ങൾ എന്നിവർ മനസ്സിലാക്കണില്ല. അപ്പോൾ അവിടെ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു കാശ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബയോ വേസ്റ്റ് എടുക്കുന്നതിന് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകാർ നമുക്ക് 5 രൂപ തരണം, കോർപ്പറേഷൻ അടയ്ക്കണം 5 രൂപ. പ്ലാസ്റ്റിക്കിന് വേണ്ടി 7 രൂപ അടയ്ക്കണം. അപ്പോൾ അവർ അടയ്ക്കുകയാണെങ്കിൽ ആ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ കോർപ്പറേഷൻ സംവിധാനം ഒരുക്കും. ഈ അറവുശാല ആധുനിക രീതിയിലുള്ളൊരു അറവുശാല അവിടെ വന്നാൽ തീരാവുന്ന പ്രശ്നമാണ്. അപ്പോൾ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ആ സൊല്യൂഷൻ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഒരു വാക്കുണ്ട് പറയാൻ, അരുത് എന്നല്ല ആകരുത് എന്ന്. അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവൻ്റെ സൗരജീവിതം തല്ലിക്കെടുത്തുന്ന ഒരു സാമൂഹ്യ വിപത്താകരുത് എന്ന്. നമുക്ക് പ്രത്യാശിക്കാം, ചിന്തിക്കാം. മാറ്റത്തിൻ്റെ ഒരു പുലരി ഒട്ടും വിദൂരമല്ല.